ബിജു ചേട്ടാ എന്ത് ചെയ്യുന്നു? ഞാൻ യൂണിയനിൽ വർക്ക് ചെയ്യാണ്. BMS യൂണിയനിൽ വർക്ക് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ഇലക്ഷൻ ആയിട്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഇപ്പൊ ഇവിടെ UDF ആണ് ഭരിക്കുന്നത് പഞ്ചായത്ത്. പിടിക്കണം BMS പിടിക്കണം പ്രാവശ്യം. എങ്ങനെയാണോ ഏത് രീതിയിലാണ് ഇവിടെയൊക്കെ താഴ്ന്ന ലെവലിലുള്ള വർക്ക് വേണമല്ലോ? അതെ, വർക്ക് കുറവാണ് എങ്കിലും അതിന്റെ നമ്മളെ പാർട്ടിയുടെ ഇതും കുറവാണ്. എന്ത് പറഞ്ഞാണ് ഇപ്പം ജനങ്ങൾക്കിടയിലേക്ക് ചെല്ലുന്നത്? നിങ്ങൾ എന്ത് വിഷയമാണ് പറയുന്നത്? നമ്മളിപ്പോ രാഷ്ട്രീയപരമായി നോക്കണമെങ്കിൽ മാങ്കൂട്ടത്തിന്റെ ഇങ്ങനെയല്ല ഓരോ പേരുകൾ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വോട്ടുകൾ പിടിക്കാറുണ്ട്. ഇപ്പൊ നെരിപ്പല്ലേ, ഇപ്പൊ അത് തന്നെയാണ് ട്രെൻഡ്. ഇവിടത്തെ ട്രെൻഡ് അതാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ്. ഇതിനെ പറ്റിയാണ് ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇറങ്ങി വരുന്നതല്ലേ ഉള്ളൂ. അതാണ് നല്ലത്. കൊച്ചു പയ്യനല്ലേ, അതിന്റെ ഭാവി ജീവിതങ്ങളും കൂടെ നോക്കി പോണം. എങ്കിലും അങ്ങനെ പാർട്ടിക്കാർ അതിനെ വിടൂല. അതിനെ വെച്ച് മുതലെടുത്ത് പോകണ്ടു. രാഷ്ട്രീയക്കാരല്ലേ അത് മുതലെടുത്ത് അവർക്ക്. നമ്മൾ അതിനെ സോൾവ് ചെയ്താണ് പോകുന്നത്. ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് മോനെ ഇലക്ഷനെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം? നല്ലതാണ്. വോട്ട് ചെയ്യാൻ പോവാറുണ്ടോ? വോട്ട് ചെയ്യാൻ ഇപ്പോഴാണ് തുടങ്ങിയത്. 20 വയസ്സായേ ഉള്ളൂ. എന്താണ് ഒരു പുതിയ പഞ്ചായത്താണ്, നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ എങ്ങനെയാ തീരുമാനിക്കുന്നത്? നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാ? ഗ്രൗണ്ട് ഇല്ല ഞങ്ങൾക്ക് ഇവിടെ. അതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയം. ഇത് അവരുടെ കാര്യത്തിൽ വലിയ വിഷയമാണ്. ഏറ്റവും മത്സരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പഞ്ചായത്തിൽ അവർക്ക് പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് ഇല്ല. പിന്നെ ഇവിടെ എന്നും ഇവിടെ ആക്സിഡന്റ് ആണ്, ബിവറേജിന്റെ പ്രശ്നങ്ങളും. തൊട്ടടുത്താണ്. അപ്പൊ ഒരു ഗ്രൗണ്ട് ഇല്ല. ഇത്രയും കൊല്ലമായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ല. പിള്ളേരെ എല്ലാരും ഇപ്പം ഫോൺ വഴിയാണ് ഉപയോഗിച്ച് കളിച്ച് പല പല ആത്മഹത്യ ചെയ്യുന്നതും പല കാര്യങ്ങളും. അപ്പോഴത്തേക്കും എത്ര നാൾ കൊണ്ട് ഗ്രൗണ്ടിന്റെ കേസ് പറയുന്നു, അത് നടക്കുന്നില്ല. ഭരണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ പ്രശ്നം വന്ന് അതിപ്പം പഞ്ചായത്തുകാർ പൂട്ടി. അതിപ്പോ സ്കൂളുകാർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിവിടെ ഒന്നും ഗ്രൗണ്ടും ഇല്ല, ഒന്നുമില്ല. ഇവിടെ ചന്തക്കകത്ത് കളിച്ചോണ്ടിരുന്ന് ചന്ത അകത്താക്കിയിട്ട് മീനുകളെല്ലാം ഒരു വീഴ്ത്തി ഇപ്പൊ ചന്തയെല്ലാം റോഡിലായി. ഭയങ്കര പ്രശ്നമാണ്. ആർക്കും ഒന്നും തീരുമാനിക്കണ്ട. അവര് സ്വന്തമായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്നവർക്ക് വോട്ടുണ്ടോ? അത് വ്യക്തികളെ നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ശരി, അവിടെ എങ്ങനെയാണ് വോട്ട്? എത്ര വയസ്സായി? 18 വയസ്സ്. വോട്ട് ചെയ്യുന്നുണ്ടോ ഇത്തവണ? ഇല്ല. എന്താ? വോട്ടർ ഐ ഡി ഇല്ലേ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് കാർഡ് പുതുക്കാനൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പേര് ചേർക്കാനൊക്കെ പറ്റുമല്ലോ. ഈ പ്രാവശ്യം ചേർക്കണം. എന്താണ്, ഇഷ്ടമാണോ രാഷ്ട്രീയമൊക്കെ? ഇഷ്ടമാണ്. പ്രവർത്തിക്കുന്നുണ്ടോ ആർക്കെങ്കിലും വേണ്ടി? LDF വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഓ, IT പഠിച്ചതല്ല LDFിലാണ് പ്രവർത്തിക്കുന്നത്. ശരി. അപ്പൊ രാവിലെ കഴിപ്പൊക്കെ നടക്കട്ടെ ഗംഭീരമായിട്ട്. ഇവിടെ ഒരു കുഞ്ഞു മോനിരിപ്പുണ്ട്. പേരെന്താ? അഖിൽ. സ്വാമി ശരണം. എന്നാ മലയ്ക്ക് പോന്നേ? ഇന്ന് മലയ്ക്ക് പോവാണോ? അതാണ് ശബരിമല പോവാണ്. അപ്പൊ ശബരിമല വിഷയമൊക്കെ കത്തിക്ക. പേപ്പറൊക്കെ വായിക്കാറുണ്ടോ? നമ്മള് പത്രമൊക്കെ വായിക്കാറുണ്ട്. ശബരിമലയിൽ എന്തൊക്കെയാ വിഷയം നടക്കുന്നത് അറിഞ്ഞായിരുന്നോ? ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പേരെന്താ മോനെ പറഞ്ഞത്? അഖിൽ. ശരി. പേരെന്താണ്? സ്വാമി വിശാഖ്. നിങ്ങൾ എല്ലാരും കൂടെ ഒരു ടീമായിട്ടാണോ പോകുന്നത്? എല്ലാ തവണയും പോകാറുണ്ടോ? അപ്പൊ ഗംഭീരമായിട്ട് ശബരിമല പോക്കൊക്കെ നടക്കട്ടെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. പൊറോട്ടയുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടാ ചായ ആയോ? ചേട്ടാ ഞാൻ പറഞ്ഞൊരു ചായ ചേട്ടൻ ഇതുവരെ തന്നില്ല. ചേട്ടനോട് ചായ പറഞ്ഞിട്ടാണ് ഞാൻ കയറിയത്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, അത്യാവശ്യം. അപ്പൊ നമുക്കുള്ള ചായ ചേട്ടൻ ഒരു സ്ട്രോങ്, കുറച്ച് മധുരം കുറച്ച്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു സ്ഥാനാർത്ഥി കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളെ തേടി ഒരുപാട് പേര്. ഹലോ, പേരെന്താണ്? എന്റെ പേര് ധന്യ ജയൻ എന്നാണ്. കാഞ്ഞിരംകുളം പഞ്ചായത്തിലെ ടൗൺ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയാണ്. സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത്. എന്റെ ചിഹ്നം കപ്പും സോസറും. കപ്പും സോസറും രാവിലത്തേക്ക് പറ്റിയ ചിഹ്നമാണ്. ചായ ഇല്ലാതെ മോർണിംഗ് തുടങ്ങാൻ പറ്റില്ല. ഞാനും എന്റെ എല്ലാവരുടെ പോയി പറയുന്നത് അങ്ങനെയാണ്. നിനക്ക് രാവിലെയും വൈകിട്ടും ചായ കുടിക്കുമ്പോഴും എന്നെ ആലോചിക്കാം, ചൂടുവെള്ളം കുടിക്കുമ്പോഴും എന്നെ ആലോചിക്കാം. ശരി. എന്തൊക്കെ വിഷയമാണ് ഇപ്പൊ ആളുകളിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഞാനൊരു സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള കാരണം തന്നെ പാർട്ടിയുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ്. എല്ലാവരും വേണം. എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചോടുകൂടിയുള്ളൊരു വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വലിയ വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ പഞ്ചായത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ശബരിമലയിലെ സ്വർണ്ണ വിഷയം അടക്കം, ഇപ്പോൾ കത്തി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അടക്കമൊക്കെ ഇവിടെ ചർച്ചയാകുന്നുണ്ട്. തീർച്ചയായും അതൊക്കെ ഒരു വശത്തുള്ള കാര്യം. പിന്നെ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തികളെ നോക്കണം. കാരണം അതൊരു നമ്മുടെ അടുത്തുള്ള തെരഞ്ഞെടുപ്പ് പോലെയല്ല. അത് നമുക്ക് പാർട്ടിപരമായിട്ട് അതുള്ള വിഷയങ്ങൾ. പക്ഷെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളെ പ്രത്യേകിച്ച് നോക്കും. നമുക്കൊരു വാർഡ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ? അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ അങ്ങനെ എനിക്കിപ്പോ എന്താ പറയാ, രാഷ്ട്രീയപരമായിട്ട് അത് പറയുമ്പോൾ എനിക്ക് ചിലപ്പം കുറച്ച് ബാക്ക്ഗ്രൗണ്ട് നിൽക്കേണ്ടി. ഹസ്ബൻഡ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്.
ആയിരിക്കാം. എൻ്റെ ഫാമിലി അങ്ങനെയാണ്. എൻ്റെ അപ്പനും ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഒരു ചെറിയ രക്തം എൻ്റെ തീർച്ചയായിട്ടും ആയിട്ടുള്ള ആളുകളെ എത്തിക്കുന്നതിലുള്ള ഒരു സന്തോഷം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും മുന്നിലോട്ട് വരണം. യങ്ങായിട്ടുള്ള ആൾക്കാരാണ് മുന്നിലോട്ട് വരേണ്ടത്. കാരണം പുതിയ പുതിയ മുഖങ്ങൾ, പുതിയ പുതിയ ആൾക്കാർ എന്താണ് പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമുക്ക് നാട്ടുകാർ അറിയണ്ടേ. തീർച്ചയായിട്ടും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നടക്കട്ടെ, വിജയം ഉറപ്പിക്കും. ഒരുപാട് പേരിലേക്ക് ഇനി എത്താനുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ എല്ലാരും പോവാണോ? അതെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതാണ്. ചേട്ടനോടും കൂടെ അഭിപ്രായം. ചേട്ടാ ഗുഡ് മോർണിംഗ്. എന്താണ് പേര്? ചന്ദ്രകുമാർ. ചായ എങ്ങനെയുണ്ട് ഇവിടുത്തെ? ചായ കൊള്ളാം. സ്ഥിരം ഇവിടെ വരാറുണ്ടോ? പിന്നെ എന്താണ് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ എങ്ങനെയുണ്ട്? ഒരു വോട്ട് ചോദിച്ചൊക്കെ ആളുകൾ വരുന്നുണ്ടോ? പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാൻ കെ എസ് ആർ ടി സിയിൽ 30 കൊല്ലം ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ പെൻഷനായിട്ട് 2 കൊല്ലമായി. PF മുതലുള്ള ഒരു സാധനവും കിട്ടിയിട്ടില്ല, ഒന്നും തന്നില്ല. പിന്നെ നമ്മൾ 10 കൊല്ലം കഴിഞ്ഞാൽ പെർമനന്റ് ആയ ഒരു സ്റ്റാഫാണ്. എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോൾ നമ്മൾ പെർമനന്റ് ചെയ്ത് ഞാൻ കയറിയ ഒരാളാണ്. പെൻഷൻ ആകുമ്പോൾ എൻ്റെ ഇത് കൂടാളുള്ള ഒരു സാറ് പെൻഷൻ ആയപ്പോഴും 9 കൊല്ലമായുള്ള അങ്ങേക്ക് 15,000 രൂപ ഉണ്ട് പെൻഷൻ. 12 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കുന്ന 7,000 രൂപ. എന്തിനാണെന്നുള്ള നമ്മളെ സാറന്മാരൊക്കെ ഉദ്യോഗസ്ഥന്മാരൊക്കെ സമരം എല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞെങ്കിലും ഒരു പ്രധാനമില്ല. പിന്നെ ഒരു സാറന്മാർക്ക് ഇതിൻ്റെ ഒരു കണക്ക് പറഞ്ഞുകൂടാ. ഞാൻ 30 കൊല്ലം ജോലി ചെയ്തു. പിന്നെ ഞാൻ എംപ്ലോയ്മെന്റ് ജോലി ചെയ്തു, ഒന്നും ചെയ്തില്ല. അപ്പം നമുക്കിപ്പോൾ ഒരു പാർട്ടി ഒന്നും പറയാനില്ല. മൊത്തത്തിൽ നമുക്ക് ഇല്ല, ഞാൻ പാർട്ടി തന്നെ. ഞാൻ 8ാമത്തെ വയസ്സിലെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷെ നമുക്കിപ്പോ ഒന്നും പറയാനില്ല. നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യം ഒന്നും മുമ്പോട്ട് പോകുന്നില്ല. പിന്നെ ജീവിത പ്രശ്നം. ഞാൻ 30 കൊല്ലം കെ എസ് ആർ ടി ചെയ്ത ആളാണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം എംപ്ലോയ്മെന്റ് എമ്പാനല്ലേ. അപ്പോൾ ഞാൻ ഇപ്പം വാങ്ങിക്കുന്നത് പറഞ്ഞാൽ വെറും 7,000 രൂപയാണ് പെൻഷൻ. 30 കൊല്ലം ജോലി ചെയ്ത സ്റ്റാഫാണ്. അപ്പോൾ നമുക്കിതിനെ പറ്റി ഒന്നും പറയാനില്ല. യാ സാറുമാർക്ക് ചോദിച്ചാലും ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മറ്റൊന്നും കിട്ടും. പിന്നെ വോട്ട് കൊടുക്കും. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു അഭിപ്രായം ഇല്ല. അതാണ് എന്റെ കണക്കുണ്ട്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും ഇവിടുത്തെ ഒരു പ്രത്യേകത നമുക്ക് ഈ പുത്തൻകടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ്. ഇവിടെ മുറുക്ക് കടകളുടെ ഒരു കേന്ദ്രമാണെന്ന് പറയാം. പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയാണ് മുറുക്കും പലഹാരങ്ങളും ഒക്കെ വാങ്ങുന്നത്. ഇവിടെ അടുത്തടുത്ത് തന്നെ കുറെ കടകളുണ്ട്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഈ മുറുക്ക് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ്. മറ്റ് ജില്ലക്കാർക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വരെ പോകുന്നുണ്ട് ഇവിടുന്ന് ഈ മുറുക്ക്. അപ്പൊ ഈ മുറുക്ക് അരിമുറുക്കല്ലേ ചേച്ചി? എന്തുണ്ട് വിശേഷം? അവിടെ ഒരാൾ മുറുക്ക് ഉണ്ടായിക്കൊണ്ട് ഇതെന്താണ്? മുറുക്കല്ലല്ലോ, നമ്മുടെ നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം, അങ്ങനെയല്ലേ പറയാറ്? അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എത്ര വർഷമായിട്ട് ഇവിടെ കട നടത്തുന്നു? ചേച്ചിയുടെ കട ഒരു 10-18 വർഷമായി. 18 വർഷമായി. ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ ഓർഡർ ഒക്കെ എങ്ങനെ വരുന്നുണ്ടോ? ഓർഡർ വരുന്നുണ്ട്. നല്ല കച്ചവടമാണോ? ഇപ്പൊ കൊടുക്കാൻ തന്നെ ഓർഡർ ഉണ്ടാക്കണം. നമ്മൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇത്. ഇവിടെ അച്ചപ്പം, മുറുക്ക് അങ്ങനെയുള്ള പലഹാരങ്ങള് നമ്മുടെ നല്ല എണ്ണയിൽ വറുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നു. ബൾക്കായിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ ഇവർക്ക് കിട്ടും. ഇവിടേക്ക് ഇത് അന്വേഷിച്ച് വരുന്ന ഒരുപാട് പേരാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്ന പ്രസവമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് അല്ലെ, പ്രസവത്തിന്, കല്യാണത്തിന്, അറിയിപ്പിന് ഒക്കെ വരണം. നമ്മുടെ ഈ മുറുക്കൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട്. തിരുവനന്തപുരത്തെ മുറുക്ക് അല്ലെ, വലിയ മുറുക്ക് കണ്ട 15 രൂപയ്ക്കുള്ളതാണ്. 15 രൂപയുടെ മുറുക്കാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനെക്കാട്ടി വലിപ്പമുള്ള ഉണ്ടോ? അതിനേക്കാളും വലിപ്പമുള്ള 10. അതാണ് ഏറ്റവും ചെറിയ മുറുക്കും ഉണ്ട്. 10ന്റെ മുറുക്കുണ്ട്. കുറച്ചുകൂടെ സൈസ് കുറയും. വേറെ എന്തൊക്കെയാ പലഹാരം? നമ്മുടെ വേറെ അച്ചപ്പം, മുറുക്ക്, മുന്തിരിക്കൊത്ത്, നെയ്യപ്പം, പക്കാവട, കാരച്ചവ്, ഇനിപ്പിച്ചവ്, അതിരസം, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഇത് പറഞ്ഞ പലതും ആൾക്കാർക്ക് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അറിയായിരിക്കും, പുറത്തുള്ള ആളുകൾക്ക് അറിയില്ല. ഇതിപ്പോ നെയ്യപ്പമാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു നെയ്യപ്പം കണ്ടിട്ട് കുഞ്ഞ് ഏതാണെന്ന് പറയുന്ന കാര്യമൊക്കെ ഉണ്ടല്ലേ നമുക്ക്? അതൊക്കെ ചുമ്മാ പറയണത്, അതിനൊന്നും ഒരു കാര്യമില്ല. എന്ത് കഥ വരുന്നത്? ആളുകള് സന്തോഷിക്കാൻ വേണ്ടി മോനാണെന്ന് എല്ലാരും പറയും. അതിലൊന്നും ഒരു കാര്യമില്ല. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പോ ആദ്യം ഇടുന്ന നെയ്യപ്പത്തിൽ മണി ഉണ്ടെങ്കിൽ അത് ആൺകുട്ടി, മണി ഇല്ലെങ്കിൽ പെൺകുട്ടി എന്നൊക്കെ ചേച്ചി തിരക്കിലാണ് കേട്ടോ. പേരെന്താ? സജിത. ചേച്ചി ഇവിടെ കുറെ കാലമായിട്ടുണ്ടോ? ഈ മുറുക്ക് ചുരുട്ടുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ മുറുക്ക് ഇങ്ങനെ ഇരിക്കുന്നത്? അതിന്റെ ഷേപ്പ് എന്നൊക്കെ ഉള്ളത് ആ കൈ കൊണ്ടാണ്, ഇത് കൈപ്പണിയാണ് എന്നുള്ളത് കാണുക. ഇതിനകത്ത് എന്തൊക്കെയാ ചേരുന്നത് നമ്മുടെ മാവില്? പച്ചരി, ജീരകം, പച്ചരി, ജീരകം, എള്ള്, ഉഴുന്നുമാവ്, പൊരിയാരം, ഉഴുന്നുമാവ്, പൊരിയാരം, അതായത് കാരം, പിന്നെ എള്ള്, ഓമം. ഇത് എത്ര ഉണ്ടാക്കും ഒരു ദിവസം?
ഒരു ദിവസം 10-250. 250 എണ്ണമൊക്കെ ഉണ്ടാക്കും. ആ ഓക്കെ. ചിലവനുസരിച്ച് ഉണ്ടാക്കും.